നമസ്കാരം. SN മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മളെ കേരള പൊറോട്ട ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പൊറോട്ട കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? വളരെ സിമ്പിളാണ്. ഞാൻ ഈ ഒരു ജോലി ചെയ്തതുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അത് വെച്ച് വീട്ടിലുള്ള സാധനങ്ങൾ മൈദ ഞാൻ വാങ്ങിയിരുന്നു 1 കിലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം, കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട്, നമുക്ക് അത്യാവശ്യം ഉപ്പാണ് മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത്. പച്ചവെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 1 കിലോ മൈദ കൊണ്ടാണ് ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഒരു 15-16 പൊറോട്ട കിട്ടും. അപ്പോൾ 1 കിലോ മൈദയാണ് ഞാൻ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ മൈദ എടുത്തു. ആ മൈദയിൽ ഞാൻ ഒരു കോഴിമുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ എൻ്റെ കയ്യിൽ നെയ്യും പിന്നെ ഡബിൾ സ്പൂണ് അങ്ങനത്തെ പൊറോട്ട പ്രൊഫഷണലി ഹോട്ടലിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് RKG ഉണ്ടായിരുന്നു, RKG ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും 1 കിലോ ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേ രൂപത്തിൽ തന്നെ നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഉപയോഗിക്കുക. കൂടുതലായി മാവ് കൂടുതൽ ലൂസായി പോയാൽ നമുക്ക് ആ ഒരു പൊറോട്ടൻ്റെ ലുക്ക് ഒരു സുഗമമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതേ രൂപത്തിൽ ചെയ്തതിന് ശേഷം ഓയിൽ ഉണ്ടായിരുന്നു. ആ ഓയിൽ ഉപയോഗിച്ച് ആ മാവ് ഒന്ന് തടവി അതേ രൂപത്തിൽ തന്നെ ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് മൂടി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാവ് ഒന്ന് പാകത്തിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ അങ്ങനെ വെച്ചേക്കേണ്ടതുണ്ട്. എന്നാലേ മാവൊന്ന് സെറ്റാവുള്ളൂ. പിന്നീട് നമുക്ക് ബോൾ പിടിക്കേണ്ടതുണ്ട്. ബോൾ പിടിച്ച് കുറച്ച് ടൈം ചെയ്തതിന് ശേഷം നമുക്ക് വീശാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വീശുമ്പം അത് വലിയതായിട്ട് വരികയില്ല. അപ്പോൾ ഞാൻ ഇതേ രൂപത്തിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഹെയർ കിടക്കാതിരിക്കാൻ, അതായത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ രൂപത്തിൽ ആ മാവൊന്ന് സെറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് ഞാൻ പെപ്പർ ചിക്കൻ ഒരു ഗ്രേവി ടൈപ്പായിട്ട് നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ആ ഒരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിലൊക്കെ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും മാവ് റെഡി ആയിട്ടുണ്ട്. ബോൾ പിടിക്കുകയാണ്. വളരെ സിമ്പിളുള്ള കാര്യമാണ് ബോൾ പിടിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ബോൾ പിടിക്കുന്നതൊക്കെ കാണാത്തത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പൊറോട്ട മേക്കിംഗ് വീഡിയോകൾ ഒരുപാടുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എൻ്റെ വീഡിയോ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതേ രൂപത്തിൽ ബോൾ പിടിച്ച് വെച്ചു. എനിക്ക് തോന്നുന്നു ഒരു 15-16 പൊറോട്ട, എനിക്ക് 15 പൊറോട്ടയോളം ലഭിച്ചിട്ടുണ്ട്. 1 കിലോക്ക് 14-16 അങ്ങനെ 16 ആണെന്ന് തോന്നുന്നു. മറന്നുപോയി, കുറേ മുമ്പാണ് ഈ ജോലി ചെയ്തിരുന്നത്. ഏതായാലും വീശാൻ അറിയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. വീശുന്നതും നമുക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആൾ ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നോക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കി വീശിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പൊറോട്ട വീശലിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ഇടത്തെ കൈ കൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ പരത്തിയതിന് ശേഷം പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ വീശുമ്പോൾ, അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കുഴച്ച് വെച്ച് ഇതേ രൂപത്തിൽ സെറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതേ രൂപത്തിൽ നമുക്ക് വലിയ ഒരു രീതിയിൽ വീശിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം നമുക്ക് സോഫ്റ്റ്നെസ്സിന് വേണ്ടി കുറച്ച് മൈദയുടെ പൊടിയും അതേ രൂപത്തിൽ കുറച്ച് ഓയിലും തടവിയതിന് ശേഷം നമുക്ക് നടു ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ പൊറോട്ട ചുറ്റാണ് നമ്മൾ ഇതേ രൂപത്തിൽ ചുറ്റിയെടുക്കുക. ഈ ചുറ്റിയെടുത്തതിന് ശേഷവും കുറച്ച് ടൈം ഇതിന് റെസ്റ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ പൊറോട്ട ചുറ്റുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പെപ്പർ ചിക്കൻ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ റെസ്റ്റ് ടൈമിൽ ബാക്കി കാര്യങ്ങളും. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതേ രൂപത്തിൽ നമുക്കൊരു കുഴൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പത്തിരിയും മറ്റും ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഈ ഒരു കുഴൽ ഉപയോഗിച്ചുകൊണ്ട് പൊറോട്ട നല്ല രീതിയിൽ നമുക്ക് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഈ ഒരു പൊറോട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വിറകടുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ പത്തിരിയൊക്കെ ചുടുന്ന നല്ല കല്ലുണ്ട്. പക്ഷേ വലിയ പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഒരു പൊറോട്ടയെ അതിൻ്റെ മുകളിൽ
നമുക്ക് ഒരേ സമയത്ത് കുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു വിഷമാണ്. എങ്കിൽ കൂടി ലോക്ക്ഡൗൺ ആണ്, മറ്റു പണികളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഡിന്നറിനാണ് നമ്മൾ പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കിയത്. ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷും മറ്റും ഉള്ളത് കൊണ്ടൊന്നല്ല. അപ്പോൾ ആ രീതിയിലൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. കുറേ ദിവസമായി നമ്മൾ ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ഈ ഒരു കല്ല് നല്ല രീതിയിൽ ചൂടാക്കണം. നല്ല രീതിയിൽ കല്ല് ചൂടായാൽ മാത്രമേ പൊറോട്ട ചൂടാൻ പറ്റുകയുള്ളൂ. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ചപ്പാത്തിയുടെ അത്ര വേണ്ട, എങ്കിൽ കൂടി നല്ല ചൂടായിട്ടില്ലെങ്കിൽ നമ്മുടെ പൊറോട്ട വെന്ത് കിട്ടുകയില്ല. ഇതേ രൂപത്തിലിട്ട് ഏകദേശം അടി വെന്തത് തോന്നുമ്പോൾ നമുക്ക് മുകളിൽ ഈ പൊറോട്ട ഇടുമ്പോൾ തന്നെ മുകളിലൂടെ കുറച്ച് ഓയിൽ തളിക്കുക. ശേഷം പൊറോട്ട അടിയും കുക്കായി തോന്നുമ്പോൾ മാത്രമേ മറച്ചിടാൻ പറ്റുള്ളൂ. ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കഴിഞ്ഞാൽ പൊറോട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു പൊറോട്ടയുടെ ഒരു ടേസ്റ്റും നമുക്ക് ലഭിക്കുകയില്ല. പടി ഏകദേശം ചുവന്ന ഒരു ബ്രൗൺ നിറത്തിലായപ്പോൾ നമ്മൾ മറച്ചിട്ടു. അപ്പം ഇത് ഏകദേശം കുക്കായ പൊറോട്ടയാണ്. ഇങ്ങനെ ഒരു 10-16 പൊറോട്ട നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പൊറോട്ട റെസിപ്പി ഉണ്ടാക്കാൻ മനസ്സിലായവരും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും പെപ്പർ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ നമ്മൾ ഒരുപാട് കുക്കിംഗ് വീഡിയോകൾ കൊണ്ടുവരും. ഞാൻ ഓൾ ഇൻ വൺ വീഡിയോസുകളാണ് ചെയ്യാറ്. എൻ്റെ പ്രൊഫഷണൽ കുക്കിംഗ് ആണ്. പക്ഷേ അതിനുള്ള ഒരു സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ വീഡിയോകൾ ഞാൻ ചെയ്യാത്തത്. ഇതിൻ്റെ മുമ്പ് അതേ രൂപത്തിൽ ഒരു ഹൈദരാബാദി ബിരിയാണി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെയും മുകളിലെ ഐ ബട്ടണിലൊക്കെ നൽകുന്നുണ്ട്. അതും പോയി കാണാത്തവരൊക്കെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.